ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീടും പ്ലാനും സെക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ വരുന്നത്. കോട്ടയം ജില്ലയിലെ പാമ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഒരു ട്രഡീഷണൽ എലിവേഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ പ്രോജക്റ്റ് 4 ബെഡ്റൂം പ്ലസ് അമ്യൂണിറ്റീസോടു കൂടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ട്രഡീഷണൽ എലിവേഷനിലുള്ള ഈ പ്രോജക്റ്റ് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഇതിൻ്റെ ഓറിയന്റേഷൻ വരുന്നത്. ഈ 4 കൂടിയ കോടി, അതുപോലെ നാടനോട്, അതായത് മാംഗ്ലൂർ ടൈല്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ട്രഡീഷണൽ എലിവേഷന്റെ ഒരു പഞ്ച് കൂട്ടുന്നുണ്ട്. പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ക്ലയന്റ് ആദ്യമേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ആ പ്ലോട്ട് നല്ല വൈഡായിട്ടുണ്ട്. ഏകദേശം 1.5 ഏക്കറോളം വരുന്ന ഒരു പ്ലോട്ട്. അപ്പോൾ പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ഏരിയ നല്ല വൈഡായിട്ടുള്ളൊരു സ്ഥലമാണ്. വീട് നല്ല വൈഡായിട്ട് വിരിഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ക്ലയന്റ് പറഞ്ഞിരുന്നു. ആ രീതിയിൽ തന്നെ നമ്മുടെ ടീമിനകത്ത് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്ലാന്, 3D മറ്റു വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ വീടിൻ്റെ വിഡ്ത്ത് കണ്ടോ, നല്ല വൈഡായിട്ടാണ് ആ വീട് ഇരിക്കുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഞങ്ങൾ തന്നെ ചെയ്തു വരുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു സൈറ്റ്. അപ്പോൾ തീർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു പ്രോജക്റ്റാണ്. നല്ല വിഡ്ത്തിലിരിക്കുന്ന ഒരു വിശാലമായൊരു വീട്. അപ്പോൾ സിറ്റൗട്ട് കണ്ടോ, നല്ല വൈഡായിട്ട് തന്നെ സിറ്റൗട്ട് ചെയ്തിരിക്കുന്നു. അതിന് ഉള്ളിലേക്ക് ഒരു സ്റ്റെപ്പ് കയറുന്നത് കവർ ചെയ്ത് നിർത്തിയിരിക്കുന്നു. 2 കോളംസ് സെപ്പറേറ്റ് കൊടുത്ത് ഇവിടെ നിന്ന് കയറി കഴിയുമ്പോൾ മെയിൻ ഡോർ കഴിയുമ്പോൾ തന്നെ ഇത് ലിവിങ് എത്തി. ലിവിങ്ങിൽ നിന്ന് പിന്നെ പാസേജിലേക്ക് വരുന്നു. ഈ വീടിൻ്റെ പാസേജാണ് ക്രോസ് വന്നിട്ടുള്ളത്. പാസേജ് കണക്ട് ചെയ്താണ് വീടിൻ്റെ ബാക്കി എല്ലാ ഏരിയയിലേക്കും. പാസേജിൽ നിന്ന് ഡൈനിങ് വന്നു, അവിടുന്ന് കോമൺ വാഷ് അവിടെ വരുന്നു, മാസ്റ്റർ കിച്ചൺ വരുന്നു, ഇപ്പുറത്തേക്ക് വർക്കിംഗ് കിച്ചൺ വരുന്നു, അവിടുന്ന് ഒരു യൂട്ടിലിറ്റി വേറെ വന്നിട്ടുണ്ട്. ആ പാസേജിൽ നിന്ന് തന്നെ ബാക്കിലൊരു വരാന്ത വരുന്നുണ്ട്. പാസേജിൽ നിന്ന് എടുത്ത ബെഡ്റൂം നമ്പർ 3, അതുപോലെ മാസ്റ്റർ ബെഡ്റൂം നമ്പർ 2. ഇങ്ങനെ അറ്റത്ത് വന്ന ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് ബെഡ്റൂം നമ്പർ 4ലേക്കുള്ള ആക്സസ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ്. ഫാമിലി ലിവിങ്, ഫോമൽ ലിവിങ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ്സിലേക്ക് ഒന്ന് പോവാം. ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോമൽ ലിവിങ് വന്നു കഴിയുമ്പോൾ തന്നെ ഇത് കണ്ടോ, ബാക്ക് സൈഡിൽ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു പാറ്റിയോ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പാറ്റിയോയിലേക്ക് ഇതുണ്ട്, ഡോർ കം വിൻഡോ, സ്ലൈഡിങ്ങിൻ്റെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് കണ്ടോ, വരാന്തയുടെ ആ വിശാലത ഉണ്ടോ, ബാക്കിലൊരു ഗ്യാതറിങ്ങിനും ഫാമിലി സ്പേസും എല്ലാം ആയിട്ട് വിശാലമായിട്ടുള്ളൊരു വരാന്ത അവിടെ വന്നിട്ടുള്ളത്. കൂടാതെ നല്ല മഴ പെയ്യുന്ന സമയമൊക്കെയാണ് ഇത് ഇവിടെ ഈ പാസേജിൽ തന്നെ ഒരു ബേ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ആ ബേ വിൻഡോയിൽ നിന്ന് ഈ കോർട്ട്യാർഡിലേക്ക്, ഈ പാറ്റിയോയിലേക്ക് നമുക്കൊരു ബ്ലെൻഡിങ് കിട്ടുന്നുണ്ട്. അതിനെ കവർ ചെയ്ത് ജാളി ഉപയോഗിച്ച് ഫെൻസിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കവേർഡായിട്ട് ആ കോർട്ട്യാർഡ് സ്പേസ് അവിടെ നയിക്കും. ഇതാണ് ഈ പ്രൊജക്റ്റിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ്. നല്ലൊരു ഗ്യാതറിങ് സ്പേസ്. ഫാമിലി എല്ലാം ഒത്തുകൂടുമ്പോൾ അവരത് പ്രത്യേകം പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു റിക്വയർമെൻറ്റ്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാര്യം ഒന്ന് സെപ്പറേറ്റ് ഒന്ന് നോക്കാം. കിങ് സൈസ് ബെഡ് നമ്മൾ കൊടുത്തിരിക്കുന്നു, 2 സൈഡിലും ബെഡ് ടേബിൾസ്. അതിന് ഓരോ W1s വിൻഡോ വന്നിട്ടുണ്ട്. ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ക്രോസ് വെന്റിലേഷൻസ് അവിടെ പോസിബിളാണ്. ഈ കോർണറിൽ ഈ ഭിത്തിയിൽ നമുക്ക് ഒരു വാർഡ്രോബ്, അതിനോട് ചേർന്ന് നമുക്ക് ഒരു വാക്കിംഗ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ. ടോയ്ലറ്റിൻ്റെ വോളയിലും നമുക്ക് വാർഡ്രോബിനുള്ളൊരു സ്പേസ് ഉണ്ട്. ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ് ഓപ്പണിംഗ് അല്ല ബാത്റൂമിലേക്ക്, അത് ഡ്രസ്സിങ് വഴി അറേഞ്ച് ചെയ്ത് അവിടെ മിറർ വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേറ്റ് തിരിച്ചിട്ടിരിക്കുന്നു. ഷവർ പ്രൊവൈഡ് ചെയ്തു. വാൾ മൗണ്ടഡ് ക്ലോസറ്റ്, അതുപോലെ വാഷ് സ്പേസ്. ഇത്രയുമാണ് ബെഡ്റൂംസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. ടിപ്പിക്കലായിട്ട് എല്ലാ ബെഡ്റൂംസും അങ്ങനെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങൾ കൊടുത്ത് തന്നെ പോകുന്നു. പിന്നെ ഈ പാസേജിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡായിട്ട് ആളുകൾക്ക് ഇരിക്കാനും ഒന്ന് വർക്ക് ചെയ്യാനും ലാപ്ടോപ്പൊക്കെ വെച്ച് ഇരിക്കാനും ഒന്ന് ഫോൺ ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ലൊരു സ്പേസ്. ഈ കോർണറുണ്ട്, ഇവിടെ ഒരു സ്റ്റോറേജ് കം അയൺ ഏരിയ കൊടുത്തിരിക്കുക, കോമൺ ആയിട്ട് അയൺ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും. ഫാമിലി ലിവിങ്ങിലാണ് നമ്മൾ TV അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം നമ്പർ 4 വരുമ്പോൾ ഇവിടെ നമ്മളൊരു കോർണർ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂം നമ്പർ 4 ഡ്രസ് സ്പേസും അതുപോലെ ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് പോലെ തന്നെയാണ്. നമുക്ക് വാർഡ്രോബ്, മിറർ, ഡ്രസ് സ്പേസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്രോസ് വെന്റിലേഷൻ ഇവിടെ വൈഡാക്കി നമ്മൾ ഈ വിൻഡോ കൊടുത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രോസ് വെന്റിലേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ പ്ലാനിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഫൈനലി ഇതിൻ്റെ 3D ഇതാണ് വരുന്നത്. 3D ഒന്ന് കണ്ടു നോക്കുക. നല്ല ഭംഗിയുള്ള ഒരു എലിവേഷൻ, നല്ല വൈഡായിട്ടുള്ളൊരു വീട്. നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ പേജുകൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലായിടത്തും ഞങ്ങളുടെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. So stay tuned. Thank you so much.